അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നും ഓരോരോ വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏറ്റവും അതായത് ഇപ്പോൾ എന്താ വിശേഷം, എന്തൊക്കെ വിശേഷങ്ങൾ ഞാൻ പറയും. അതായത് ഇപ്പോൾ അണ്ണാണി കുഞ്ഞാവ് ഇവിടെ ഇല്ല, അവരൊരു വഴി വരെ പോയേക്കുവാണ്. അമ്മു തിരിച്ചു പോയായിരുന്നു. പിന്നെ ഞാൻ, അമ്മ, ഇടും, അച്ചാച്ചി, ഇത്രയും പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞാവൊക്കെ പോയിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ കേട്ടോ, ഇപ്പോൾ രാത്രിയായി. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതിലെ തൊട്ടൊക്കെ നമ്മൾ കാണുന്ന അല്ലെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഒരു ആക്ട്രസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ ആളുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചു, വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഓ എന്നൊക്കെ പറഞ്ഞു, കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു, സമ്മതമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സാധനമൊക്കെ പാക്ക് ചെയ്ത് ഇരിക്കുമ്പോഴാണ് താഴെ ഒരു നിലവിളി കരച്ചിൽ ബഹളം കേട്ടു. ഞാനോർത്തു കുഞ്ഞിനെ വഴക്കുറയായിരിക്കും. പിന്നെ ഓർക്കുന്ന അവ സ്കൂളിൽ പോയല്ലോ എന്ന്. പെട്ടെന്ന് എടുത്ത് ചടുപുടു ചാടി ഓടി വന്നപ്പോഴത്തേക്കും ഇപ്പോൾ കുഞ്ഞാവ് ഉറക്കമായിരുന്നു. കുഞ്ഞാവൻ ചാടിയിട്ട് രാവിലെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഡൈനിങ് റൂമിൽ അമ്മ നിലത്ത് കിടപ്പുണ്ട്. അമ്മയ്ക്ക് ഇയർ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തിരിയുവോ മറിയുവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ വീഴാൻ പോവായിരുന്നു. ഇതങ്ങ് വീണ് കാലിൻ്റെ മുട്ടും താഴോട്ടുള്ള ഭാഗവും എല്ലാം ഇടിച്ച് വേദനിച്ച്, മുറിവൊന്നുമില്ല പക്ഷേ നല്ലോണം ഇടിച്ചു. ഇപ്പോൾ തൊട്ട വേദനയാണ്, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ വീഴുകയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എണീപ്പിക്കാൻ പിന്നെ ഞാനും കുഞ്ഞാനും കൂടെ എണീപ്പിച്ചിരുത്തി. ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഒന്നൊഴിയുമ്പോൾ ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ മാത്രമല്ല, നല്ല ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ചില സമയത്ത് നമുക്കങ്ങ് തോന്നും ഇതെന്താ ഇങ്ങനെ കഷ്ടകാലങ്ങൾ മാത്രമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുമാതിരി നമ്മൾ അടുത്തറിയാവുന്ന എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും ഓരോ പ്രശ്നങ്ങളിലാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല എന്നോർക്കുമ്പം അപ്പോൾ ഒരു തോന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഇതുണ്ടല്ലോ എന്ന്. അന്നേരം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം ജീവിതത്തിൽ നടക്കുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് സന്തോഷിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അണ്ണാണിയും കുഞ്ഞാവയും കൂടെ പുറത്തേക്ക് പോയി ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ ഇല്ല അവർ. അപ്പോൾ അമ്മയുടെ ഒരു വീഴ്ച ഭാഗ്യത്തിന് അത്രേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. വീണു, മുട്ടിന് താഴോട്ട് മുട്ടും ഉൾപ്പെടെ ഒന്ന് ഇടിച്ചു ഇടതുകാലിൻ്റെ. പക്ഷേ അത്ര പറ്റുള്ളൂ. ദൈവം കാത്തു എന്ന് പറയുന്ന ഇതാണ്. ഇപ്പം ഞങ്ങളില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ. കാരണം വീണ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തനിയെ എണീക്കത്തില്ല, താഴത്തൊന്നും തനിയെ എണീക്കത്തില്ല. പണ്ട് കാലൊന്നും ഒടിഞ്ഞതായിരുന്നേ. പണ്ടെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് വർഷം മുന്നേ കാല് ഒടിഞ്ഞതായിരുന്നു. അപ്പോൾ അത് കാരണം അമ്മയ്ക്ക് നിലത്തിരിക്കത്തില്ല. നിങ്ങൾക്കറിയാം, ശ്രദ്ധിച്ചറിയാം, ഏതൊരു വീഡിയോയിലായാലും ഈ കൊരണ്ടി പോലത്തെ ചെറിയ സ്റ്റൂളോ അങ്ങനെയുള്ള തീരെ ചെറിയ സ്റ്റൂള്, തറ അങ്ങനെയുള്ള ഭാഗത്തൊന്നും അമ്മ ഇരുന്ന് അങ്ങനെ ഒരു വീഡിയോയിലും കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ആ കാലൊടിഞ്ഞ പിന്നെ അത് പറ്റുകയില്ല. കാല് മടക്കിയുള്ള ഒരു കാര്യങ്ങളും പറ്റുകയില്ല. അത് പൊക്ക കയറുക, ഇറങ്ങുക, ഇതൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ വീണ ആളില്ലെങ്കിൽ അവിടെ കിടന്നു പോകും. കാരണം തനിയെ എണീക്കത്തില്ല, അത്രയും ബലം കൊടുത്ത് എണീക്കത്തില്ല. പിന്നെ ഞാനും കുഞ്ഞാനും കൂടെ പിടിച്ചിട്ടാണ്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കത്തില്ല, ഞങ്ങൾ രണ്ടുകൂടെ പിടിച്ചിരുത്തി. അതങ്ങനെ ഒരു വക പറഞ്ഞാൽ കേൾക്കുകയില്ല. ചെറിയ കിടുവിൻ്റെ വേറൊരു വേർഷനാണ്, കിടു മിനി വേർഷൻ, അമ്മ വേറൊരു വേർഷൻ. മുറ്റത്തിറങ്ങരുത്, പണി ചെയ്യരുത്, ആവശ്യമില്ലാത്ത ഒന്നാദ്യം ബാലൻസ് ഇല്ല, ചാടി എണീക്കരുത്, ഇതൊക്കെ പറഞ്ഞ് പണി ചെയ്യണ്ടെന്ന് പറയുമ്പോൾ പറയും ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കുമെന്ന്. ഇതാണ് പ്രശ്നം. ഒരു കാരണത്തിൻ്റെ പേരിൽ ഞങ്ങളമ്മ വഴക്കുള്ളൂ. പണി ചെയ്യരുത് ഇത് പറയുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇതിൻ്റെ പേരിലാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഏതായാലും ദൈവം കാത്തു, അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അണ്ണാണി ഇവിടെ ഇല്ല, കിടുവിനെ സ്കൂളിൽ വിടാൻ പോയിക്കുമായിരുന്നു ആ സമയത്ത്. അന്നേരമുണ്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അമ്മ വീണു എന്ന്. അന്നേരമാണ് അറിയുന്നത് അവിടെ മണിയമ്മയും വീണു. മണിയമ്മ വീണിട്ട് നെറ്റി പൊട്ടുകയോ മുറിയോ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. മണിയമ്മയും കൊണ്ട് അമ്മ ആശുപത്രിയിൽ പോവുക. അപ്പം അണ്ണാണി പറയുന്നത് കേട്ട് ഇങ്ങനെ ഫോണിൽ, നിൻ്റെ അമ്മായിയമ്മയും വീണു, എൻ്റെ അമ്മായിയമ്മ വീണു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം രണ്ടമ്മമാരും വീണിട്ടുണ്ട്. അതിലും മണിയമ്മയുടെ കാര്യം കഷ്ടമാണ്. കാരണം അത്രയും വയ്യാത്തയല്ലേ. ഭാഗ്യത്തിന് 2 വീട്ടിലും അന്നേരം ആൾക്കാരുണ്ടായിരുന്നു, അമ്മമാർ മാത്രമല്ലായിരുന്നു. ആയിരുന്നെങ്കിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു, ശരിക്കും പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ജാനുവിൻ്റെ ക്രിയാറ്റിൻ്റെ അളവ് കുറഞ്ഞ്
ഇടയ്ക്കിടയ്ക്ക് ഇനി ആശുപത്രി കൊണ്ടുപോയാൽ മതി എന്നുള്ള സന്തോഷത്തിലായിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ വീണ്ടും അവളുടെ ക്രിയാറ്റിനിൻ കൂടിയിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ ആശുപത്രിയിൽ. അത് തന്നെ അതിനുള്ളൊരു ആരോഗ്യവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. എൻ്റെ മനസ്സ് പറയുന്ന എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങളാണ് ഈ നടക്കുന്നത്. നിങ്ങളോർക്കും ചിലപ്പോൾ ഞാൻ എപ്പോഴും വന്നിരുന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുന്നതെന്ന്. ഈ പറയുന്നതിനപ്പുറത്തേക്കുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ പറയാത്തതാണ്. നമ്മൾക്ക് പറയാൻ പറ്റുന്ന നമ്മളെ ദിവസവും കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ, അവരുടെ കാര്യങ്ങൾ അറിയണം, അവരുടെ ആരോഗ്യത്തെപ്പറ്റി ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ എന്താണെന്നറിയാനുള്ളൊരു ആകാംക്ഷയോട് കൂടി ചോദിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹത്തോട് ചോദിക്കുന്ന ആൾക്കാരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു, നല്ലതും മോശവും പറയുന്നു എന്നല്ലാണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, നമ്മളത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അത് ഞാൻ പറഞ്ഞു, എനിക്കെന്തോ നമ്മൾ ഗട്ട് ഫീലിംഗ് എന്ന് പറയത്തില്ലേ, എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു എന്തോ ഒരു നല്ല കാര്യം, ഒന്നല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ നമുക്കത് കൂടുതൽ സന്തോഷമായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തിരി വിഷമങ്ങളൊക്കെ തരുന്നത്. വിഷമങ്ങളുള്ളപ്പോൾ എന്താ വെച്ചാൽ ചെറിയ സന്തോഷം പോലും നമുക്ക് ഭയങ്കര വലുതായിട്ട് തോന്നും. എനിക്കിപ്പോൾ എനിക്ക് പൊതുവേ അങ്ങനെ ചെറിയ ചെറിയ സന്തോഷം, അത് ചെറിയ കാര്യങ്ങളിൽ എനിക്ക് സങ്കടവും വരും, ചെറിയ കാര്യങ്ങളിൽ എനിക്ക് സന്തോഷവും വരും. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് അമ്മ വീണു, ശരി, ഞാനത് ഇപ്പം എല്ലാ പ്രശ്നങ്ങളും മനസ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അമ്മ വീണു എന്ന് പറയുമ്പോഴും ഇത്രയല്ല പറ്റുള്ളൂ, ആ ഒരു മെൻറ്റാലിറ്റി, അയ്യോ ഇത്രയും പറ്റിയല്ലോ എന്നുള്ള ചിന്ത വിട്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അത് എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ, നമ്മൾ എന്താണോ പ്രശ്നം, ഇത്രയല്ല പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ ഇനി എന്ത് വരാനാ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ്. പിന്നെ എന്തായാലും ആ സെലിബ്രിറ്റി ഏതാണെന്നും, സെലിബ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധനം പാക്ക് ചെയ്യുകയായിരുന്നു ആ സമയത്തെ. അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടാണ് അമ്മ വീഴുന്നത്. ആ ഭാഗം കൂടെ ഞാൻ ഇതിനോട് ചേർക്കാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അത് മാത്രമല്ല, ഞാൻ അങ്ങനെ അധികം ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ അധികം ആൾക്കാരില്ല, ഞാൻ ആരെയും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ചില ആൾക്കാരുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കതിങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഫീഡിൽ വരുമ്പോഴോ എനിക്കത് കാണാൻ ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഒന്ന് ഈ ഒരു സെലിബ്രിറ്റി, അതിപ്പോൾ ഈ ഒരു വീഡിയോയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാതെ ആരാണെന്നുള്ളത്. ഇതല്ലാണ്ട് അപ്രതീക്ഷിതമായി നമ്മുടെ കയ്യിൽ നിന്ന് സാധനം ഓർഡർ ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ആൾ പക്ഷേ നാട്ടിലല്ല, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്താണ്. അങ്ങനെ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി. ഒരുപാട് നാളൊന്നും ആയില്ലെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ. ചിലപ്പോൾ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകാത്തതുകൊണ്ടായിരിക്കാം. ആളെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുമായിരുന്നു. ഇങ്ങനെ വീഡിയോസൊക്കെ വരുമ്പോൾ ഒരു ഹാപ്പി പേഴ്സൺ, ഹാപ്പി കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന, സ്വന്തം കാര്യങ്ങൾ കൊണ്ട് മാത്രം വീഡിയോ ചെയ്ത് ആരെ വേദനിപ്പിക്കാത്ത, സമാധാനപരമായി പോകുന്ന ഒരു സോഷ്യൽ മീഡിയയിലുള്ളൊരു വ്യക്തി, ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തിയും കൂടെ നമ്മളിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആളുടെ പേരിപ്പോൾ പറയുന്നില്ല, സമയമാവട്ടെ അതും ഞാൻ പറയാം. അപ്പോൾ ഈ വ്യക്തി എനിക്ക് കുട്ടിക്കാലം മുതലേ കണ്ടിട്ടുള്ള, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഭാവം കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്താം. പിന്നെ എനിക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒരു കോള് വന്നാണേ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഈ കുറച്ച് പേരൊക്കെ കാണുമ്പോഴേ സേത്തോട്ടിൽ മുട്ടയും കൊണ്ടൊക്കെ പോകുമ്പോഴും എല്ലാം കാണുമ്പോൾ പറയും, ഇപ്പം എന്താ വീഡിയോ ഇടാത്തേ, വീഡിയോ ഇട്ടിട്ട് എത്ര നാളായി, വീഡിയോ ഇടുന്നേ ഇല്ല, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുടെ ആയിരിക്കാം നോട്ടിഫിക്കേഷൻസ് വരാത്തത്. ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട്, എത്ര നാളായി കണ്ടിട്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഞാനങ്ങനെ ശല്യം ചെയ്യാറുള്ളൊരു വ്യക്തിയല്ലല്ലോ ഇതെന്നും പറഞ്ഞ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുമ്പോൾ കാണണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വരട്ടെന്ന്. പിന്നെ ഇതൊക്കെ തന്നെയുള്ളൂ പറയാനേ. ചില സമയത്ത് ഒരു കിളി പോയ അവസ്ഥയാണ്. സങ്കടം വരുമ്പോൾ ചിരി വരും, ചിരിക്കേണ്ട കാര്യം വരുമ്പോൾ സങ്കടം വരും. അവസ്ഥ കൊണ്ടായിരിക്കും ഒരു പക്ഷേ. എനിക്ക് എൻ്റെ കൈ ഏകദേശം കൈയൊന്ന് കരിയും, പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് അത് പഴുക്കും. ഇത് തന്നെ പരിപാടി. ഉടുപ്പൊക്കെ കീറിയോ?
ഒന്നും അറിയുന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കൂടെയുള്ള കുറച്ച് കിടു ഹോംവർക്ക് ചെയ്യാൻ ഞാൻ പോയിട്ട് സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മാനസിക സപ്പോർട്ട് കൊടുക്കട്ടെ. കുറച്ച് നേരം അവനോട് വർത്തമാനം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ മാസം അങ്ങനെ അവസാനിക്കാറായി. ഓണം, അയ്യോ ഓണം വരുന്നുണ്ട്. എനിക്ക് ഓണം വരുന്നതിന് മുന്നേ എനിക്കിവിടെ മൊത്തം കാടും കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടിട്ട് സമാധാനത്തോടെ ഓണം ആഘോഷിച്ച് നല്ല രീതിയിൽ, നല്ല നാടൻ രീതിയിൽ, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ചില ഓണമില്ലേ, അല്ലെങ്കിൽ നമ്മൾ ബുക്കുകളിൽ വായിക്കുന്ന പഴയകാല ഓണത്തിൻ്റെ കഥകൾ, ഓണം, ആ ഒരു ഓണം എനിക്ക് ആഘോഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കിടുവിന് അന്നത്തെ ആ ഓണത്തിൻ്റെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ഓണക്കളിയൊക്കെ ആ ടൈപ്പ് കളികൾ അങ്ങനെയൊന്നും അതൊന്നും ഇല്ല. അതൊക്കെ ഉണ്ടാക്കാം, എന്തായാലും കുഴപ്പമില്ല. എനിക്ക് പക്ക നാടൻ രീതിയിൽ ഓണം ആഘോഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ളൊരു ആരോഗ്യവും മാനസികവും ശാരീരികപരമായ എല്ലാ കാര്യങ്ങളും നടന്നാൽ മതിയായിരുന്നു. നടക്കും. തവണ എന്തായാലും ഓണം തനതായ രീതിയിൽ ആഘോഷിക്കണം. ആദ്യം എനിക്കിവിടെ മൊത്തം കാട് പറിച്ച് വൃത്തിയാക്കണം, ഈ ഏരിയ മൊത്തം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുന്ന എവിടെ വരെയായി എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് പറ. അപ്പോൾ ടാറ്റ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് നമുക്കിതാ ഇപ്പോൾ അയക്കാനുള്ള ഓർഡറാണ്. ഇന്നിപ്പോൾ നമ്മൾ അയക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുറേ മഞ്ഞപ്പൊടിക്കുള്ള ഓർഡറുണ്ട്, കുരുമുളക്, കുടംപുളി, നമ്മുടെ വാളംപുളി ഇല്ലേ, പിഴിപുളി, പിന്നെ കുറച്ച് തേന, വെളിച്ചെണ്ണ. ഇത്രയും സാധനത്തിനാണ് നമുക്ക് ഓർഡർ ഉള്ളത്. പിന്നെ നെയ്യ് ഇന്നലെ ഉരുക്കി വെച്ചേക്കുവാണ്, അത് അടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടേ നമുക്കത് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെയ്യ് ഇന്ന് അയക്കത്തില്ല, ബാക്കി സാധനങ്ങൾ ഇന്ന് അയക്കത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഈ കുറേ ആൾക്കാർക്ക് ഓർഡർ ഉണ്ട്. എങ്കിൽ പോലും ഒരാളുടെ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താ വെച്ചാൽ കുറേ വരുന്നുണ്ട്, പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും 2 പേരെ പറ്റി പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഇന്ന് ഒരാളെ പറ്റിയേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഒരാളെ പറ്റി മാത്രം പറയുന്നത്? ഇത്രയും പേര് സാധനം വാങ്ങിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും കൂടെ അറിയുന്ന ആളായിരിക്കണമല്ലോ. അപ്പോൾ എൻ്റെ പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ ആ ഒരു ഇതിലുള്ളവർക്കൊക്കെ അറിയാം, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് സിനിമ ഈ വ്യക്തിയുടെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സിനിമ സീരിയൽ രംഗത്ത് നല്ല സജീവമായുള്ള ഈ പ്രവീണ എന്ന് പറഞ്ഞ ആക്ട്രസ്, അതായത് നമ്മുടെയൊക്കെ ഒരു പ്രവീണ ചേച്ചി, ആള് കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് ഇങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളോട് സംസാരിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഇടവരുമെന്നോ ഒന്നും കരുതിയതല്ലല്ലോ. അങ്ങനെ നമ്മൾ സെലിബ്രിറ്റികൾക്ക് സാധനം കൊടുത്തു തുടങ്ങി. അതാണ് ഇന്ന് മറ്റൊരു പ്രത്യേകത. പിന്നെ വേറൊരു സെലിബ്രിറ്റിക്കും കൂടെ ഉണ്ട്, പക്ഷേ ആള് കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, അങ്ങ് വിദേശത്താണ്. ഇത് ഞാനിപ്പോൾ പ്രവീണ ചേച്ചിയോട് ചോദിച്ചു, ഞാൻ വീഡിയോയിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. മറ്റേ ആളോട് ഞാൻ ഇതുവരെ ചോദിച്ചില്ല, സമ്മതിക്കാഞ്ഞിട്ടല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കണോ വേണ്ട ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങളോടൊന്ന് പറയണം എന്നെനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ ആളുടെ സിനിമയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പുള്ളിക്കാരിനെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി അഡ്രസ്സ് അയക്കത്തില്ലേ, അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ. ഇനി ഇതിങ്ങനെ കേരളത്തിലുള്ള ആക്ട്രസ്, പിന്നെ കേരളത്തിന് പുറത്ത്, പിന്നെ ഇന്ത്യക്ക് പുറത്ത്, പിന്നെ പല രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മഞ്ഞപ്പൊടിയും കുരുമുളകും വാളംപുളി, കൊടംപുളി വരെ വിദേശത്തിട്ട് മീൻകറി വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചിലപ്പോൾ അത് നടക്കും. അപ്പോൾ ടാറ്റ.